ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനാണ് കാവ്യലക്ഷ്മി. രാവിലെ തന്നെ പല്ല് തേപ്പ് പാസ്സാക്കുകയാണ്. ഞാൻ മാത്രമല്ലല്ലോ പല്ല് തേക്കുന്നത്, എല്ലാവരും രാവിലെയും വൈകിട്ടും പല്ല് തേക്കുന്നവരാണല്ലേ 2 നേരം. ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ പേസ്റ്റിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ടിട്ടാണ് തേക്കുന്നത്. വേറെ ഒന്നുമല്ല, നല്ല പല്ലുവേദന ഇപ്പോൾ കുറച്ചായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ തേക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഹോസ്പിറ്റലിൽ പോകണം, അതിന് മടിച്ച് നിൽക്കുവാണേ ഞാൻ. പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികളിലേക്ക് ഞാൻ കിടക്കുകയാണ് കേട്ടോ. ഭയങ്കര കൊരലൂസി. ഓമരത്തിൽ ചെറിയൊരു കായ് പഴിച്ചിട്ടുണ്ട്, അപ്പൊ അതൊന്ന് പറിക്കണം. കേട്ടാ പറഞ്ഞേ വാട്ടർ ടാങ്ക് ഓമരം കേട്ടാ തൊട്ടെടുത്താ. അപ്പൊ ഇതിന്റെ മുകളിൽ കയറുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്ക് താഴെ വീഴാണ്ട് കേടാവാതെ പറിക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ടാങ്കിന്റെ മണ്ടയിൽ വലിഞ്ഞ് കയറുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് കൈ പൊട്ടിക്കാൻ പറ്റും. കേറി അവരെ ഓടുമ്പലേക്ക് മറിഞ്ഞു വീണു ആ ഇരുമ്പിന്റെ പൈ. പപ്പായ പറിച്ചു. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഭയങ്കര സ്പേസ് കുറവ്. ഒരു അടി വെച്ച് ചവിട്ടി വരാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നേരെ തടയണം. കഴിഞ്ഞ ഞാൻ ഇതേപോലെ പറിച്ചിട്ട് ഇതിന് പൈപ്പിന് ക്രോസ് ആയിട്ട് നിന്നതാ. ഈ പൈപ്പും ഓസും ഞാനും ഒക്കെ കൂടി മൊത്തത്തിൽ താഴെ വീണു. ഭാഗ്യം. വരാം. ബബ്ലുവോ ഇതിപ്പോ പാഷൻ ഫ്രൂട്ട് കയറി തുടങ്ങിയതിന്റെ വള്ളി. മഴ പെയ്തില്ലേ, അപ്പൊ വേഗം അതിങ്ങനെ സ്പ്രെഡായി കളിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലെ വയലറ്റ് മുളകാണ്. ഇനി പറഞ്ഞാൽ കുറേ സ്ഥലത്ത് അന്വേഷിച്ച് മനസ്സിലെപ്പോഴും ആഗ്രഹമില്ല, ഇത് പറഞ്ഞാൽ വേണം, തൈ വേണം എന്ന് ആഗ്രഹിച്ച് ഒരു സ്ഥലങ്ങളിൽ ആരുടെ കയ്യിലും ഇല്ല. അങ്ങനെ ഒരു നഴ്സറിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പഴുത്തു. ഇതിപ്പോ മൂത്തൊക്കെ ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിലിരിക്കുവേ. ബ്ലാക്ക് ആണെന്ന് ചോദിച്ചാൽ ബ്ലാക്കും അല്ല, വയലറ്റ് ആണെന്ന് ചോദിച്ചാൽ വയലറ്റും അല്ല. ഇവിടെയും ഒരു കാന്താരി ഉണ്ട് കേട്ടോ. അതിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതും കൂടെ ഒന്ന് പറിച്ചെടുക്കാം. നമുക്ക് ഇവിടേക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഏകദേശം കുറേ ഒന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടും. പച്ചമുളകൊക്കെ. വാ, പോവല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാ. ഇപ്പൊ പോവല്ലേ. കുഞ്ഞിൻ്റെ കയ്യിൽ കുറച്ച് പച്ചമുളക് ഞാൻ പറിച്ചത് കൊടുത്തു, അല്ലെങ്കിൽ ആ വയലറ്റ് മുളക് മൊത്തത്തിൽ അങ്ങോട്ട് വലിച്ചു പറിച്ച് കൊളാക്കും. അപ്പോൾ അത് പിടിച്ച് നിൽക്കുകയാണ്. അപ്പം ഞാൻ ബാക്കി മുളകും കൂടെ പറിച്ചതിന് ശേഷം ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയേക്കാണ്. കാന്താരി മുളക് പിന്നെ നമ്മൾ പറമ്പിൽ തൈ വെച്ച് പിടിപ്പിക്കേണ്ട കാര്യമില്ല. കിളികൾ ഇഷ്ടം പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിന്നിട്ട് കഷ്ടിച്ച് തൈകളുണ്ടാവും കേട്ടോ. ഇവിടെ ഒരു മുളകും കൂടി ഉണ്ട് കേട്ടോ. ഇത് സാധാരണ മുളക് നമ്മൾ കടയിൽ നിന്ന് മേടിക്കില്ലേ. അയ്യോ പൊളിഞ്ഞടോ. ഇതിന് വിത്തിന് വേണ്ടിയിട്ടിടാം. ഈ ടൈപ്പ് മുളക് കേട്ടോ. ഈ ടൈപ്പ് മുളകാണ് ഇതിലുള്ളത്. കുഞ്ഞും ഞാനും കൂടി പറിച്ചെടുത്ത മുളക് കൊണ്ട് പോവാനേ. അതൊക്കെ സാറിന് കവി എടുക്കാവേ. വലിയ മുളകും പറിച്ചെടുത്ത്. ഇത് ഒരെണ്ണം ഇങ്ങനെ നന്നായി ചെറുനാലൊക്കെ ഉള്ളത് ഇത്ര പറിച്ചു. കാന്താരിമലത്തൊക്കെ പറിച്ചു. വയലറ്റ് മുളക് വയലറ്റ് മുളക് കുറച്ച് വിത്തിന് നിർത്തിക്കോ. ഇത് പൊളിഞ്ഞു, ഇത് വിത്തിനിടാം. വിത്തിനിടന്ന്. അയ്യോ ഓമക്കായി എടുത്തോണ്ട് വന്നില്ലല്ലോ. ഓമക്കായി വന്നില്ലേ വിത്ത്? അതാണ് പഴുത്തത്. അതാണ് വാരിയിട്.
ഫിനിഷായേ, ഫിനിഷായേ. വെച്ചു. കൊണ്ടുവന്ന മുളകൊക്കെ കുഞ്ഞ് തട്ടി കളഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ ഒന്ന് പെറുക്കിയെടുത്ത് മുകളിലോട്ട് വെച്ചേ. അതിനുശേഷം അടുത്ത പരിപാടിയാണ് കേട്ടോ. എക്സിബിഷൻ്റെ അവിടെ നിന്ന് ഒരു വെറൈറ്റി തോന്നിയിട്ട് ഞാൻ മേടിച്ചാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കാണുന്നത്. നല്ല രസം തോന്നി. കണ്ടിട്ടുണ്ട് പലവരുടെ കയ്യിലും, പക്ഷേ ഞാൻ മേടിച്ചിട്ടില്ല ഇന്ന് വരെ. അപ്പോൾ ഇതൊന്ന് കുഞ്ഞ് കയ്യിലൊക്കെ ഇടുകയും പിടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് ഞാൻ ഒരു വട്ടം തലയിൽ ഇട്ടുള്ളൂ. പിന്നെ അത് ഊരുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോയിട്ട് ഞാനത് പിന്നെ ഒന്ന് ഉരുക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. വെറൈറ്റിയാണ്. കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചരുവത്തിലുണ്ട്. ബാക്കി കലത്തിൽ അത്യാവശ്യം ആ ചരുവം നിറയെ വെള്ളം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ബാക്കി വെള്ളം ഞാൻ കുപ്പിയിലാക്കി വയ്ക്കും. എന്നിട്ടത് വെള്ളം കുറേശ്ശെയായിട്ട് കുടിക്കും. അല്ലെങ്കിൽ വെള്ളം കൂടി ഭയങ്കര മടി പിടിച്ചൊരു കേസാണ്. ഒട്ടും കുടിക്കില്ല. അപ്പോൾ ഇങ്ങനെ വാട്ടർ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം വെള്ളമൊക്കെ കുടിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഈ കുപ്പി. കുക്കറിൽ പരിപ്പും ഓമക്കായും മാങ്ങയും കൂടി ഇട്ടിട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പീര അരച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. അതിനിപ്പോൾ അമ്മ ചെയ്തോളും. ഞങ്ങൾ ആ നേരം കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് മുകളിലോട്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേ പുറത്ത് പോകുമ്പോൾ മരങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. പുതിയതായിട്ട് എത്തുകളൊക്കെ കിളിച്ചിട്ടുണ്ടാവും. അതൊക്കെ കാണാൻ രസമല്ലേ. അപ്പോൾ കുഞ്ഞും ഞാനും ചെരുപ്പൊക്കെ ഇട്ട് റെഡിയായി മുകളിലേക്ക് പോവാം. ഇതിന്മേൽ എന്താ പറയുക, പുഴു ഉണ്ട് കേട്ടോ. നമുക്ക് കണ്ടാൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഈ ഇലയുടെ അതേ കളർ തന്നെയാണ് പുഴു. പിന്നെ മനസ്സിലാവാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ വലിപ്പം കാണുമ്പോഴേ നമുക്ക് പുഴു ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. കൈ പോലെ തന്നെ മണ്ടയിൽ തൊട്ടാൽ പോലും നമുക്കറിയില്ല പുഴു ഉണ്ടെന്നുള്ളത്. ഈ പുഴു കയറുമ്പോഴാണ് ഇതേ ഇങ്ങനെ വരണത്. കണ്ട, പുഴു തൊട്ടാണ് ഇത് ഇങ്ങനെ വരണേ. കാണിച്ചു തരാം. ദേ കണ്ട, ഞാൻ പറഞ്ഞ പുഴു ദേ ഇതാ. കണ്ട, ഇലയും പുഴുവും ഏകദേശം ഒരേ കളറിലാകുമ്പോൾ തിരിച്ചറിയ പോലും ഇല്ല. ദേ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ദേ കണ്ട പുഴു. ഇത് ഈ പറഞ്ഞ ഇത് വെച്ചതിന് ശേഷം ഇതിനൊന്ന് കുഴിന്ന് പൊന്തിരാൻ സമ്മതിക്കണ്ടായിരുന്നില്ല കേട്ടാ. നമുക്കിതിനെ പിടിച്ചെടുക്കാം. വരുന്നില്ല. നമ്മുടെ റംബൂട്ടാനാണ്. ഇത്രയായി N80 ആണ്. അത് ഈ അഗസ്തിയുടെ അടുത്ത് തന്നെയാണ്. വീട്ടിൽ നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അവക്കാഡോ ഇല്ലേ, അതിട്ട് കിളിച്ച് വന്നൊരു അവക്കാഡോയുടെ തൈയാണ് കേട്ടോ അത്. അതിപ്പോൾ ഇത്രയും 2 എണ്ണം ഉണ്ടത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ മൽബറിയുടെ വെട്ടുന്ന വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഫോൺ അങ്ങ് ഓഫായിപ്പോയി. സ്റ്റോറേജ് ഫുള്ളാന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഒരു കൊമ്പും കൂടെ വെട്ടാനുണ്ട്. ഞാനെന്നേ മൽബറിയുടെ കമ്പൊക്കെ വെട്ടി ഒതുക്കിയ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുത്ത് കഴിയുന്നതോടുകൂടി എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളാന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓഫായിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു കൊമ്പ് അങ്ങനെയും നിർത്തി. ഇനി അതും കൂടെ ഒന്ന് വെട്ടി നിർത്തണം. വെട്ടിയ ഭാഗമൊക്കെ കിളിച്ചു വന്നു കേട്ടാ. ഇവളിവിടെ വന്നിട്ട് കിടപ്പായി. അവളിങ്ങനെ നേരെ റിവേഴ്സ് കിടക്കുക. നന്നായി ഈ താഴത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ ബോഡി വെച്ചിട്ട് തല മുകളിലേക്ക് വെച്ച് കിടന്നൂടെ. ഇത് നേരെ തിരിച്ച് ഇങ്ങനെ കിടക്കുള്ളൂ. അപ്പോഴേക്കും അരുൺ വന്നിട്ടുണ്ടായിരുന്നു. അരുൺ വന്നപ്പോഴത്തേക്കും കയ്യിലൊരു കവറൊക്കെ വന്നത്. അത് കണ്ടപ്പോൾ തന്നെ കുഞ്ഞിന് ഭയങ്കര സന്തോഷവും ചിരിയും ക്യൂരിയോസിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ എനിക്കും കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഷൂ ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോന്ന് മേടിച്ച ഷൂ ആണെന്ന് പറഞ്ഞു. റേറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി ഷൂ ആണ്. അപ്പോൾ ഞാനതിങ്ങനെ അതിശയത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമായി. സ്വതവേ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ വൈറ്റ് കളേഴ്സാണ് കൂടുതലും കാണാറ്. ഇങ്ങനത്തെ ഷൂസ് കാണാറില്ല. പിന്നെ അവർ ഈ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവർക്ക് പുതിയ സ്റ്റോക്കുകൾ ഇറക്കുന്ന സമയത്തൊന്നും പോകാൻ പറ്റാറില്ല. ഇത് കിട്ടിയ വഴിക്ക് കുഞ്ഞ് കവറിൽ നിന്ന് വാരി വലിച്ചെടുത്തിട്ട് കുഞ്ഞ് ഇട്ട് നോക്കലായിരുന്നു കേട്ടോ. എനിക്കും ഇഷ്ടമായി. ഞാൻ ഇന്ന് വരെ കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാനും സ്റ്റുഡിയോയിൽ നിന്ന് മേടിക്കാറുണ്ട്. പക്ഷേ അരുണിൻ്റെ കയ്യിലുള്ള ഷൂ ആണെങ്കിൽ പൊട്ടിപ്പോയത് കാരണം താൽക്കാലികമായിട്ട് ഒരെണ്ണം മേടിച്ചതാണ്. നല്ലൊരെണ്ണം മേടിക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ വെച്ച് ഇവിടം വരെ എത്തിയേ. ഈ പരിപ്പും ഓമക്കായ കറിയിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി തേങ്ങ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വറുത്ത് വെക്കുകയാണേ തീയിലുണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചത് പച്ച കെട്ടതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ തീയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വേഗം എളുപ്പത്തിൽ നമുക്കതൊന്ന് അരച്ച് വേഗം കറിയിലിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആവുമേ.
ഓമക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി പീസാക്കി ഞങ്ങളത് കൊണ്ടുവന്ന് കഴിക്കാൻ ഇരുന്നതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോഴത്തേക്ക് അരുണിന് ചിരിയും ചമ്മലും ഒക്കെ ആയിരുന്നു. എന്നാലും ഇരുന്ന് തന്നു കേട്ടോ. ഞങ്ങളങ്ങനെ അത് കഴിച്ച് അവസാനിപ്പിച്ചു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ പേജും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.